പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്തിൽ തിന്മയാകുന്ന പിശാചിനെ തോൽപ്പിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. നിയമജ്ഞർ കർത്താവ് ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും കർത്താവ് മറുപടിയായി മനുഷ്യപുത്രനെതിരെയുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപത്തിൽ നിന്നും ഒരു കാലത്തും ഒരുവനും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് താക്കീത് നൽകുകയും ചെയ്യുന്നു. 3 ചിന്തകളാണ് നിദാനം. 1. സാത്താൻ എന്ന യാഥാർത്ഥ്യം. തിന്മ മനുഷ്യനെ പൂർണ്ണമായും കീഴ്പ്പെടുത്തുകയില്ല. തിന്മ രൂപപ്പെടുന്നത് ആയിരിക്കുന്ന സാഹചര്യത്തിലും സംസ്കാരത്തിലും കുടുംബത്തിലുമുള്ള അസംതൃപ്തിയിലൂടെയാണ്. ദൈവിക സംതൃപ്തി നഷ്ടപ്പെടുമ്പോഴാണ് അത് ഉത്ഭവിക്കുന്നത്. സത്യ ദൈവത്തിലും ദൈവ പദ്ധതിയിലും താൻ ആയിരിക്കുന്ന അവസ്ഥയിലും ലഭ്യമായവയിലും ദൈവിക സംതൃപ്തിയാൽ നിറയാതിരിക്കുമ്പോഴാണ് തിന്മ ജനിക്കുന്നത് അഥവാ പിശാച് കടന്നുകൂടുന്നത്. തിന്മയുടെ ഏറ്റവും വലിയ വൈപരീത്യം തന്നിലെ തിന്മ കാണാതെ പോകുന്നതാണ്. മറ്റുള്ളവരിലെ പിശാച് ബാധയിലും പിശാചിലും അവർ അസ്വസ്ഥരാകുന്നു അഥവാ കുറ്റപ്പെടുത്തുകയും വിധി പറയുകയും ചെയ്യുന്നു. തിന്മയ്ക്കെതിരെ വിധി പറയുന്നത് ദൈവം മാത്രമാണ്, അല്ലെങ്കിൽ അതിനുള്ള അധികാരം ദൈവത്തിന് മാത്രമാണ്. മനുഷ്യർക്ക് ദൈവം ആ കഴിവ് നൽകിയിട്ടുണ്ട്. അത് അവർക്ക് ദൈവത്തിന് അവരെ പൂർണ്ണമായും നൽകുമ്പോൾ, സമർപ്പിക്കുമ്പോൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പൈശാചിക ബന്ധനം തന്നിൽ പിശാച് ഉണ്ടെന്നും ആ പിശാച് തന്നെ നയിക്കുന്നുവെന്നും തിരിച്ചറിയാതെ പോകുന്നതാണ്. അതാണ് ഇവിടെ നിയമജ്ഞർ ക്രിസ്തുവിനെ കുറ്റപ്പെടുത്തുന്നത്. 2 കാര്യങ്ങളാണ് അവരിൽ ഉണ്ടായിരുന്നത്. തങ്ങളിൽ ഉള്ള തിന്മയെ തിരിച്ചറിയാതെ പോയി. 2. ആ തിന്മയെ ക്രിസ്തുവിലേക്ക് അവർ ആരോപിക്കുവാൻ ശ്രമിച്ചു. ക്രിസ്തുവിൻ്റെ സത്യത്തിൻ്റെ വചനത്തെയും സ്നേഹത്തിൻ്റെ ഇടപെടലിനെയും അവർ തിരസ്കരിച്ചു. 2. ക്രിസ്തുവിൻ്റെ ചെറുത്തുനിൽപ്പ്. ക്രിസ്തുവിൻ്റെ ചെറുത്തുനിൽപ്പ് യഥാർത്ഥമായ ആത്മശക്തിയിലും സത്യത്തിലും സ്നേഹത്തിലുമാണ്. നിയമജ്ഞർ ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും ഒരുപോലെ വ്യക്തിഹത്യ ചെയ്യുകയാണ്. നിയമജ്ഞരുടെ കുറ്റപ്പെടുത്തലിനെ പിശാചുക്കളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് യേശു പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്ന വാദത്തിന് അവരെ നേരിട്ട് അവരുടെ നിലനിൽപ്പിനെയോ അവരുടെ വ്യക്തിത്വത്തെയോ കുറ്റപ്പെടുത്താതെ സ്നേഹം കൊണ്ട് അവരെ കർത്താവ് കീഴ്പ്പെടുത്തുകയാണ്. നന്മ കൊണ്ട് പിശാചിനെ ബോധ്യപ്പെടുത്തി അഥവാ ക്രിസ്തുവിൻ്റെ നന്മ കൊണ്ട് അവരിലുള്ള തിന്മയെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ കർത്താവ് ശ്രമിക്കുന്നു. 3 കാര്യങ്ങളാണ് അവിടെ കർത്താവ് ചെയ്യുന്നത്. അവൻ അവരെ അടുത്തു വിളിച്ചു. ആരെയാണ് അടുത്തു വിളിച്ചത് എന്ന് വ്യക്തമായി സുവിശേഷത്തിൽ പറയുന്നില്ല. അവിടെ നിയമജ്ഞരും സൗഖ്യപ്പെട്ടവരും ജനവും ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ തൻ്റെ അരികിലേക്ക് വരാൻ മനസ്സുള്ള എല്ലാവരെയും അവിടുന്ന് അടുത്തേക്ക് വിളിച്ചു എന്ന് കണക്കാക്കാം. 2. ഉപമകൾ വഴി സംസാരിച്ച് അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അവരോട് സംസാരിക്കുന്നു. 3. ആത്മീയ യുദ്ധത്തിൻ്റെ സിദ്ധാന്തം നൽകുന്നു. അന്തഛിദ്രമുള്ള രാജ്യവും ഭവനവും ഒരിക്കലും നിലനിൽക്കുകയില്ല എന്ന്. 3. പരിശുദ്ധാത്മാവിനെതിരെയുള്ള തിന്മ. പരിശുദ്ധാത്മാവിനെതിരെയുള്ള തിന്മ നിന്നെ ദൈവത്തിൻ്റെതാക്കുവാൻ ഉപാധികളില്ലാതെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ നേരിട്ട് കുറ്റപ്പെടുത്തി തള്ളിപ്പറയുന്നതാണ്. പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹപ്രവൃത്തിയെ അവർ ധന്ദിക്കുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്. ക്രിസ്തു വേദനിക്കുവാൻ മനസ്സായി വന്നവനാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിരുപാധികമായി എല്ലാവരിലുമുള്ള വേദനയെ സൗഖ്യപ്പെടുത്തി ദൈവത്തിൻ്റേതാക്കുന്ന ദൈവത്തിൻ്റെ
നിഷ്കളങ്ക സാന്നിധ്യമാണ്. ആ പരിശുദ്ധാത്മാവിനെതിരെയുള്ള തിന്മ പൊറുക്കാനാകാത്തത് തന്നെയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ക്ഷമിക്കുവാൻ പറ്റാത്ത തിന്മയാണത്. ക്ഷമിക്കുവാൻ പറ്റാത്ത ശാപമായി നിലകൊള്ളുന്ന പ്രകാശവാഹകൻ എന്ന് അർത്ഥമുള്ള ലൂസിഫർ അതിന് നേർസാക്ഷിയാണ്. അതിനാൽ തന്നെയാകണം യേശുനാഥൻ പരിശുദ്ധാത്മാവിനെ ആ തിന്മയാകുന്ന പിശാചുമായി താരതമ്യം ചെയ്തപ്പോൾ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത്: നമ്മിലുള്ള നന്മയെയും തിന്മയെയും തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ മക്കളായി നമുക്ക് മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവേ എൻ ജീവശ്വാസമേ, പരിശുദ്ധാത്മാവേ ആശ്വാസദായകൻ, പരിശുദ്ധാത്മാവേ എനിക്കങ്ങു മാത്രമേ, പരിശുദ്ധാത്മാവേ എന്നെ നൽകുന്നേ, പരിശുദ്ധാത്മാവേ എൻ ജീവശ്വാസം, പരിശുദ്ധാത്മാവേ ആശ്വാസദായകൻ, പരിശുദ്ധാത്മാവേ എനിക്കങ്ങു മാത്രമേ, പരിശുദ്ധാത്മാവേ എന്നെ നൽകുന്നേ. പരിശുദ്ധാത്മാവേ ഞാൻ നിൻ അധരമാകട്ടെ, തവ മൊഴികൾ എന്നിലൂടെ മധുരമാകട്ടെ. പരിശുദ്ധാത്മാവേ ഞാൻ നിൻ മിഴികളാകട്ടെ, തവ ഹൃദയം കാണും പോലെ കണ്ണു കാണട്ടെ. പരിശുദ്ധാത്മാവേ ഞാൻ നിൻ അധരമാകട്ടെ, തവ മൊഴികൾ എന്നിലൂടെ മധുരമാകട്ടെ. പരിശുദ്ധാത്മാവേ ഞാൻ നിൻ മിഴികളാകട്ടെ, തവ ഹൃദയം കാണും പോലെ കണ്ണു കാണട്ടെ. പരിശുദ്ധാത്മാവേ എൻ ജീവശ്വാസം, പരിശുദ്ധാത്മാവേ ആശ്വാസദായകൻ, പരിശുദ്ധാത്മാവേ എനിക്കങ്ങു മാത്രമേ, പരിശുദ്ധാത്മാവേ എന്നെ നൽകുന്നേ. പരിശുദ്ധാത്മാവേ ഞാൻ നിൻ കൈകളാകട്ടെ, തവ സ്പർശം എന്നിലൂടെ സൗഖ്യമാകട്ടെ. പരിശുദ്ധാത്മാവേ ഞാൻ നിൻ പാദമാകട്ടെ, തിരുഹിതം പോൽ പോയിടുന്ന ദൂതനാകട്ടെ. പരിശുദ്ധാത്മാവേ ഞാൻ നിൻ കൈകളാകട്ടെ,
മിഴികളാകട്ടെ. തവ സ്പർശം എന്നിലൂടെ സൗഖ്യമാകട്ടെ. പരിശുദ്ധാത്മാവേ ഞാൻ നിൻ പാദമാകട്ടെ. തിരുഹിതം പോൽ പോയിടുന്ന ദൂതനാകട്ടെ. പരിശുദ്ധാത്മാവേ എൻ ജീവശ്വാസമേ. പരിശുദ്ധാത്മാവേ ആശ്വാസദായകൻ. പരിശുദ്ധാത്മാവേ എനിക്ക്